ഹായ് ഹലോ, ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്യാൻസർ പല വിധത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും പിടികൂടുന്ന ഒന്നാണ്. അത്തരത്തിലൊന്നാണ് ആമാശയ ക്യാൻസർ. ആമാശയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അർബുദത്തെ ആമാശയ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഇത് ആമാശയത്തിന്റെ ഏത് ഭാഗത്ത് വികസിക്കുകയും അവിടെ നിന്ന് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ പടരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ആമാശയ അർബുദം എന്ന് പറയുന്നത്. ഇത് കരൾ, ശ്വാസകോശം തുടങ്ങിയ മറ്റ് അവയവങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. ആമാശയ ക്യാൻസർ തടയാൻ നമ്മൾ ശീലിക്കേണ്ട ചില ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കാരണങ്ങൾ എന്താണെന്നല്ലേ? ക്യാൻസർ വളരുന്ന അവസ്ഥയിൽ കോശങ്ങൾ സ്വയം അനിയന്ത്രിതമായി പെരുകാൻ സാധ്യതയുണ്ട്. ഇത് ട്യൂമർ രൂപപ്പെടുകയും ചെയ്യുന്നു. ട്യൂമറിൽ നിന്നുള്ള കോശങ്ങൾ അവയുടെ ഉദ്ഭവസ്ഥാനത്ത് നിന്ന് സ്വയം വേർപെടുകയും ലിംഫ് നോഡുകളിലേക്കോ രക്തപ്രവാഹത്തിലൂടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയോ ചെയ്യുന്നു. പുകവലിക്കുന്നവരിലും മദ്യപാനികളിലും ആമാശയ ക്യാൻസർ സാധാരണമാണ്. ഭക്ഷണശീലങ്ങളും ഒരു പരിധിവരെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. കുടുംബത്തിൽ അർബുദത്തിന്റെ ചരിത്രമുള്ളവർക്കും അപകട സാധ്യത വളരെ കൂടുതലാണ്. രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ അവ്യക്തമാണ്. അതിനാൽ രോഗം മൂർച്ഛിക്കുന്നത് വരെ ഇത് കണ്ടെത്താനാവില്ല. അകാരണമായി ശരീരഭാരം കുറയുന്നതാണ് ഏറ്റവും സാധാരണമായ ലക്ഷണമായി പറയുന്നത്. ഭക്ഷണത്തിന് ശേഷം വയർ വീർത്തതായി അനുഭവപ്പെടൽ, നിരന്തരമായി ഓക്കാനിക്കാൻ തോന്നൽ, നെഞ്ചെരിച്ചൽ, തൊണ്ടയിലും വയറിലും കത്തുന്ന തോന്നൽ, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം, ബലഹീനതയും ക്ഷീണം തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങളായി പറയുന്നത്. വയറ്റിലെ ക്യാൻസർ തടയാൻ ചില മാർഗങ്ങളുണ്ട്. പുകവലി, മദ്യപാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പുകവലി വയറ്റിലെ ക്യാൻസർ ചികിത്സയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. പുകവലി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ശീലം ഉണ്ടെങ്കിൽ എത്രയും വേഗം ഉപേക്ഷിക്കണം. പുകയില ഉപഭോഗം നിങ്ങളുടെ വയറ്റിലെ ക്യാൻസറിന് സാധ്യത വളരെ ഇരട്ടിയാക്കുന്നുണ്ട്. കൂടാതെ അന്നനാളത്തെയും ആമാശയത്തെയും ഇത് പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പുകവലി ഉപേക്ഷിക്കുമ്പോൾ ശരീരം ഉടൻ തന്നെ സ്വയം നന്നാക്കാൻ തുടങ്ങും. അപ്പോൾ പുകവലി ശീലം ഉണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം വേഗം നിർത്താൻ ശ്രദ്ധിക്കാം. ഇനിയുള്ളത് പോഷകാഹാരമാണ്. ഇതെങ്ങനെ ക്യാൻസറിനെ ബന്ധപ്പെടുന്നു എന്ന് നോക്കാം. പോഷകാഹാരം, ഒരു നല്ല ഭക്ഷണക്രമം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, ഊർജ്ജം, മാനസികാവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. പഴങ്ങളും പച്ചക്കറികളും പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഫൈബറും പോഷകാഹാരവും ചേർക്കണം. ഇതുകൂടാതെ ഉപ്പിലിട്ടതും മസാല കലർന്നതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അണുബാധകളെ തടയുക. ക്യാൻസറും അതിൻ്റെ ചികിത്സകളും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കും. ഇത് അണുബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ ജലദോഷം, പനി പോലുള്ള സാധാരണ അസുഖങ്ങളും നിങ്ങളിൽ അണുബാധകളുടെ തീവ്രത വർദ്ധിപ്പിക്കും. ക്യാൻസർ ചികിത്സയിലൂടെ കടന്നു പോകുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം. വ്യായാമം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കും. ക്യാൻസർ ചികിത്സയിലും ഇത് നിർണായകമാണ്. മൊത്തത്തിലുള്ള ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കണം. വയറ്റിലെ ക്യാൻസറിന് കാരണമാകുന്ന ഘടകമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരഭാരം ക്രമമായി നിലനിർത്തുന്നതിലൂടെ ആമാശയ ക്യാൻസറിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നോക്കുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.